നോറ്റിട്ടുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മക്കൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വല്ല ആഹാരവും കൊടുക്കണ്ട ഹലിയോ. അതുകൊണ്ട് തങ്ങളെന്ന് പുറത്തു പോയി നോക്ക്, തങ്ങളെന്ന് പുറത്തു പോയി നോക്കിയാ ആരെങ്കിലും തങ്ങൾക്ക് ഭക്ഷണം തന്നാ, ആരെങ്കിലും തങ്ങൾക്ക് വല്ലതും തന്നാ, അതുകൊണ്ട് വല്ലത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത് വിശപ്പടക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയായ ഫാത്തിമാബിയുടെ വാക്ക് കേട്ടിട്ട് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങുകയാ. അല്ലാഹുവേ, എന്തൊരവസ്ഥയാ എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ അലി റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങുകയാ, പരിസരത്തെല്ലാം പോയി നോക്കുകയാ. അവസാനമതാ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ തൊടുവിൽ ചെന്ന് ജോലിയെടുക്കുകയാ, അവന്റെ തോട്ടത്തിൽ ചെന്ന് പണിയെടുക്കുകയാ. തുച്ഛമായ ശമ്പളം ലഭിച്ചപ്പോ അതുകൊണ്ട് കൃത്യം 2 ഉറുമാമ്പഴം വാങ്ങുകയാ. അതാർക്ക് കൊടുക്കാനാണെന്നറിയോ? അത് ആര് തങ്ങൾക്ക് ഭക്ഷിക്കാനല്ല, ഫാത്തിമാ ബീവിക്ക് നോമ്പ് തുറക്കാനല്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ നോമ്പ് നോക്കിയിട്ടുണ്ട്, മഹാനായ ഹസൈൻ ഹുസൈൻ നോമ്പ് നോക്കിയിട്ടുണ്ട്, അവർക്ക് കൊടുക്കാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു 2 ഉറുമാമ്പഴം കൊണ്ടുവരികയാണ്. ആരുടെ ചരിത്രമാ പറയുന്നത്? ആരുടെ ചരിത്രമാ പറയുന്നത്? സ്വർഗത്തിൽ നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകാനുള്ള നേതാവാ പെങ്ങളെ. നിനക്ക് കൈപിടിച്ച് പോകണ്ട് ഫാത്തിമയെ റളിയല്ലാഹു അൻഹ പഠിച്ചു വെച്ചോ. അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കഴിയുന്നതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു 2 ഉറുമാമ്പഴമായിട്ട് ഇങ്ങനെ തിരിച്ചു വരികയാണ്. 2 ഉറുമാമ്പഴമായിട്ട് ഇങ്ങനെ തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ ആവേശത്തോടുകൂടി ആ ഉറുമാമ്പഴം സ്വീകരിക്കുന്നു. വളരെ ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി. കാരണം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നോമ്പ് തുറക്കാൻ ഉറുമാമ്പഴം ലഭിച്ചല്ലോ എന്ന സന്തോഷമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലി തങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമെങ്കിലും തന്നല്ലോ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മഗ്രിബ് ബാങ്കിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൻ നബവിയിലുള്ള മഹാനായ സയ്യിദനാ ബിലാൽ റളിയല്ലാഹു അൻഹു അതിമനോഹരമായ ഹീരകളുള്ള ബാങ്കിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ 15 മിനിറ്റുകൾക്ക് മുമ്പ് അലി തങ്ങളുടെ വീടിന്റെ വാതിലിൽ വന്നിട്ട് ഒരാളെ മുട്ടുകയാ. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നു നോക്കുമ്പോ പുറത്തു വന്ന് നിൽക്കുന്നതാരാണെന്നറിയോ? ഒരു പാവപ്പെട്ട സഹോദരൻ വന്ന് ചോദിക്കുകയാ, അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസങ്ങളായി ഹലിയേ, തങ്ങളെ കയ്യില് വല്ലതുമുണ്ടോ ഹലിയേ? വല്ലതുമുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണോ ഹലിയേ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചെന്നിട്ട് വിഷയം പറയുകയാണ്. എന്തൊരു നല്ല ഭാര്യയും ഭർത്താവും, തമ്മിൽ മുശാവറ ചെയ്യുന്ന ഭാര്യയും ഭർത്താവും. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യയോട് നമ്മൾ കാര്യങ്ങളെല്ലാം മുശാവറ ചെയ്യണം. മഹാനായ അലി തങ്ങളുടെ ജീവിതം നമ്മൾ പഠിച്ചോ, ഫാത്തിമ ബീവിയുടെ ജീവിതം നമ്മൾ പഠിച്ചോ. നമ്മളൊരു കാര്യം തീരുമാനിച്ച എത്ര പേരാണിത് ഭാര്യമാരോട് നല്ലതാണെങ്കിൽ പറയാറുള്ളത്? നല്ല കാര്യമാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യാറ് എത്ര ആളുകൾ? സ്വയം ഇഷ്ടം തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പിച്ചു വെച്ചോ. അലീതങ്ങളെ ജീവിതം മനസ്സിന്റെ അടിത്തട്ടിൽ മറക്കാതെ ഉറപ്പിച്ചു വെച്ചോ. അലിയാര് തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയോട് സമ്മതം ചോദിക്കുകയാ. മഹതിയായ ഫാത്തിമ പറഞ്ഞു, ഹരിയോ, പാവപ്പെട്ടവനല്ലേ വീട്ടിലേക്ക് വന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ? പാവപ്പെട്ടവർ വന്നാ സ്വന്തം കുടുംബത്തിൽ പോലും കാശില്ലെങ്കിലോ, സ്വന്തം കുടുംബത്തിന് കഴിക്കാൻ പോലെ ഭക്ഷണമില്ലെങ്കിലോ പാവപ്പെട്ടവന് കൊടുക്കണമെന്ന് പഠിപ്പിച്ച മതമാ വിശുദ്ധമായ ഇസ്ലാം. മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള 2 ഉറുമാമ്പഴം എടുത്തു കൊടുത്തുപോയി. പാവപ്പെട്ട സഹാബത്തിൽ എടുത്തു കൊടുത്തപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാ. ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാ. കാരണം എന്താണെന്നറിയോ?
കഴിക്കാൻ ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല പ്രിയമുള്ളവരെ, തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരില് ഫാത്തിമാ ബീവി പൊട്ടിക്കരഞ്ഞത് എങ്കില് എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഫാത്തിമാ ബീവിയുടെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ അവിടുത്തെ ജീവിതചരിത്രം മനസ്സിൽ കൊണ്ടു നടന്നു. അല്ലാഹുവേ അല്ലാഹുവേ അവിടുത്തെ പോലെ ഞങ്ങളെയും നന്നാക്കണേ അല്ലാഹ്. വയുത്ഇമൂന തആമ, പാവപ്പെട്ടവർക്ക് നീ ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ നിന്റെ അടുക്കലേക്ക് ഹസനായിലെ കടന്നു വരുമ്പോ നിനക്ക് രക്ഷപ്പെടാ. അവരതായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ, മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ, മനുഷ്യൻ മരിക്കുന്നതിന്റെ 7 ദിവസങ്ങൾക്ക് മുമ്പ് മലക്ക് വന്നിട്ട് ആ മനുഷ്യനിങ്ങനെ സന്ദർശിച്ചു പോകും. മരണപ്പെടുന്നതിന്റെ 7 ദിവസങ്ങൾക്ക് മുമ്പേ മലക്ക് വന്നിട്ട് നമ്മുടെ പ്രൈവറ്റ് റൂമിൽ വന്നിട്ട് സന്ദർശിച്ചു പോകും. നമ്മളത് കാണും മലക്കിനെ, പക്ഷേ നമുക്കറിയില്ല അത് നമ്മുടെ റൂഹിനെ പിടിക്കാമെന്നതാണെന്നറിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, മരിക്കുന്നതിന്റെ 7 ദിവസങ്ങൾക്ക് മുമ്പതാ മനുഷ്യന്റെ അടുക്കിലേക്ക് മലക്ക് വന്ന് സന്ദർശിച്ചു പോവുകയാണ്. എന്തിനാണ് ആ സൂചന വരുന്നത്? എന്തിനാണ് അതിന്റെ സൂചന വരുന്നത്? പ്രിയമുള്ളവരെ, മനുഷ്യന്റെ റൂഹിനെ പിടിക്കാനായിട്ടുണ്ട്. മലക്ക് വന്ന് സന്ദർശിച്ചു കഴിഞ്ഞാ പിന്നെ 7 ദിവസമാ നമ്മുടെ ജീവിതത്തിൽ ഗ്യാരണ്ടി ഉള്ളതെന്ന് സഫ്വാൻ വെറുതെ പറയുകയല്ല, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ തലയുടെ ഭാഗത്താ, നമ്മുടെ കാലിൽ നിന്ന് റൂഹ് പിടിക്കുന്നത് 2 മലക്കുകളാ. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എവിടെയാ ഉള്ളതെന്നറിയോ? നമ്മുടെ തലയുടെ ഭാഗത്താ, നമ്മുടെ തലയുടെ ഭാഗത്താ. 250 മലക്കുകൾ വലതു ഭാഗത്ത് നിൽക്കുകയാ. ചിന്തിക്കണം നിങ്ങൾ, 250 മലക്കുകൾ നമ്മുടെ വലതു ഭാഗത്ത് പിടിച്ചു വെക്കുകയാ, 250 മലക്കുകൾ ഇടതു ഭാഗത്ത് പിടിച്ചു വെക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ മലക്കുകൾ വന്ന് പിടിച്ചു വെക്കുന്നതെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോയാ ആ സമയത്ത് വല്ലാത്ത വേദനയാ. മനുഷ്യനെ കൊണ്ട് താങ്ങാൻ കഴിയൂലല്ലോ, മനുഷ്യനെ കൊണ്ട് അനുഭവിക്കാൻ കഴിയൂലല്ലോ. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിലേക്കൊരു പിന്ന് കയറ്റുമ്പോ, നമ്മുടെ ബോഡിയിലേക്കൊരു ആണി കയറ്റുമ്പോ ആ സ്ഥലത്ത് നമുക്കിങ്ങനെ വേദനിക്കും. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം? അത്രയും സ്ഥലത്തുള്ള ആത്മാവ്, അത്രയും സ്ഥലത്തുള്ള റൂഹ് ഇങ്ങനെ മാറി നിൽക്കുന്നതിന്റെ വേദനയാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. ശരീരത്തിൽ പരന്നു കിടക്കുകയാണ് നമ്മുടെ റൂഹ്. നമ്മൾ കാണാത്ത തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ പരന്നു കിടക്കുകയാണ്. 250 മലക്കുകളെ പടച്ചതമ്പുരാ പറഞ്ഞുവിടുകയാണ്. നമ്മുടെ വലത് ഭാഗത്ത്, റൈറ്റ് ഭാഗത്ത് കാവല് നിൽക്കുകയാ, ശരീരത്തെ പിടിച്ചു വെക്കുകയാ. 250 മലക്കുകൾ ഇടത് ഭാഗത്ത് നിന്ന് പിടിച്ചു വെക്കുകയാ. എവിടെന്നാണ് റൂഹിനെ പിടിക്കാൻ തുടങ്ങുന്നതെന്നറിയോ? നമ്മുടെ കാലിന്റെ തള്ളവരിൽ നിന്നാ. എന്തിനാ കാലിൽ നിന്ന് റൂഹിനെ പിടിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യൻ ഓടാതിരിക്കാനാ. മരണത്തിന്റെ വേദന കൊണ്ട് റൂഹിനെ മലക്കുകൾ നിന്ന് കൊണ്ടുപോകുമ്പോ അതിന്റെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ മനുഷ്യന്റെ കാലിൽ നിന്ന് റൂഹിനെ പിടിക്കുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ, ആ സമയത്ത് ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. മലക്കുകൾ വന്നിട്ട്, 2 മലക്കുകൾ വന്നിട്ട് കാലിലൂടെ റൂഹിനെ പറിച്ചെടുക്കുമ്പോ ആ മലക്കുകളെ മുട്ടിൻകാലിന്റെ ഭാഗത്ത് വരെ റൂഹിനെ പിടിക്കുകയാ. മുട്ടിൻകാലിന്റെ ഭാഗത്തേക്ക് റൂഹിനെ വെച്ചു കഴിഞ്ഞാ ആ മലക്കുകൾ തിരിഞ്ഞു പോവുകയാ. അതാ സ്ഥലത്തേക്ക് 2 മലക്കുകൾ വരികയാ. 2 മലക്കുകൾ ഉടനടി ഫാസ്റ്റിൽ വരികയാ. ആ മലക്കുകൾ വന്നുകൊണ്ട് തന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് നിന്ന് ആത്മാവിനെ പിടിച്ചുകൊണ്ട് അവന്റെ തുടയല് വരെ പിടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ കഥ പറയുകയല്ല. ഈ ലോകത്ത് പടച്ചുതമ്പരാ ജീവൻ തന്നിട്ടുണ്ടോ? ആ പടച്ചുതമ്പരാ നമുക്ക് മരണം തന്നിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്നവർക്ക് മരണമുണ്ട്. അല്ലാഹു തആല മലക്ക് മുഖേനയാ നമ്മുടെ ആത്മാവിനെ സൃഷ്ടി ചെയ്തത്. ഉമ്മാടെ ഗർഭാശയത്തിൽ 4 മാസമായിട്ട് ഭ്രൂണക്കുഞ്ഞായി കിടക്കുമ്പോ
പടച്ചു തമ്പുരാ മലക്കനെ പറഞ്ഞു വിടുന്നത് ഏത് ഭാഗത്തിലൂടെയാ? നമ്മുടെ മൂർത്താവിലൂടെയാ റൂഹിനെ ഊതുന്നത്. ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ചാപ്പിള്ളയായി കിടക്കുന്ന നമ്മുടെ മൂർത്താവിലൂടെ മലക്ക് വന്നിട്ട് റൂഹൂതുമ്പോ അവസാനം നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്നത് നമ്മുടെ മൂർത്താവിൽ നിന്നാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കാലിന്റെ ആത്മാവ് വിട പറഞ്ഞതോ, നമ്മുടെ കൈകളുടെ ആത്മാവ് വിട പറഞ്ഞതോ, അവസാന മലക്കുകൾ വന്ന് റൂഹിനിങ്ങനെ പറിച്ചെടുത്ത് അല്ലാഹ് അവന്റെ നെഞ്ചകത്തിലേക്ക് റൂഹിനെ വെക്കുകയാ. അവന്റെ ആത്മാവിനെ നെഞ്ചകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുവെക്കുമ്പോഴാ നെഞ്ചകത്തിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോവാ, നെഞ്ചകത്തിൽ നിന്ന് ആത്മാവിനെ കൊണ്ടുപോവാ. ഇറങ്ങി വരുന്നതാരാ? 11 മലക്കുകളാണ്. ചിലരുമായത്തിൽ കാണാം 4 മലക്കുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിലരുമായത്തിൽ കാണാം 11 മലക്കുകളാണ്. ഇതുവരെ 2 മലക്കുകളായിരുന്നു. കാലിൽ നിന്ന് റൂഹിനെ പറിച്ചെടുക്കാൻ 2 മലക്കുകളാണ് ഉണ്ടായിരുന്നത്. നെഞ്ചകത്തിലെത്തിയപ്പോ കാരണം എന്താ? നെഞ്ചകത്തിലാണ് ഹൃദയം കിടക്കുന്നത്. സ്നേഹം അതെവിടെ ഉണ്ടാകാം? ഹൃദയത്തിലാണ്. ഹൃദയം നെഞ്ചിന്റെ ഭാഗത്താ. അതിൽ നിന്ന് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹം എടുത്തു കളയണമെങ്കിൽ വല്ലാത്ത പ്രയാസമായിരിക്കും. കാരണം ഹൃദയം നെഞ്ചകത്തിലാണ്. ആ നെഞ്ചകത്തിലൂടെ നമ്മുടെ ആത്മാവ് നമ്മൾ അത്രത്തോളം സ്നേഹിച്ചുപോയി. ഇനി ആത്മാവിനെ നെഞ്ചകത്തിൽ നിന്ന് കൽബിൽ നിന്ന് പറിച്ചെടുക്കണമെങ്കിൽ അത് 2 മലക്കുകളെ കൊണ്ട് സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്, 11 മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നെഞ്ചകത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുകയാ. മരിക്കുന്ന സമയത്ത് അനുഭവിക്കാനുള്ളതാ പ്രിയമുള്ളവരെ. നമ്മുടെ ശരീരത്തിൽ നിന്ന് നെഞ്ചകത്തിൽ നിന്ന് 11 മലക്കുകൾ വന്നിട്ട് ആ സമയത്തും വലതു ഭാഗത്ത് 250 മലക്കുകളുണ്ട്, ഇടതു ഭാഗത്തും 250 മലക്കുകളുണ്ട്. റൂഹിനെ പറിച്ചെടുത്ത് അല്ലാഹ് അവസാനം നമ്മളെ തൊണ്ടൻകുഴിയിലേക്ക് ആത്മാവിനെ നോക്കുമ്പോ ആ മലക്കുകളെല്ലാം പിരിഞ്ഞു പോകുകയാ. ആ സമയത്താണ് കാബിലിൽ അറവാ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാ. എപ്പോഴാ അസ്റായീല് കടന്നു വരുന്നത്? അസ്റായീല് കടന്നു വരുന്നതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, മടങ്ങണം, റബ്ബിലേക്ക് മടങ്ങിക്കോ. ഇനിയൊരു തൗബ ചെയ്യാൻ നമുക്ക് സമയമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനിയൊരു വാലിന്റെ സദസ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമോ? ഇനിയൊരു നമസ്കാരം നമുക്ക് വരാനുണ്ടോ? ഇന്ന് നമസ്കരിച്ച വിശാഖ നമസ്കാരം എന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണോ? പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഇല്ലതില്ല. ഞാൻ നമ്മുടെ മമ്പാട് ഭാഗത്ത് ഹാക്സിൽ നടന്നപ്പോ 7 ആഴ്ച വരെ ഞങ്ങളെ കൂടെ മീറ്റിംഗിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കൂട്ടുകാരനാ റാഷിദെന്ന പൊന്നുമോ. വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ എന്റെ പ്രിയപ്പെട്ട